ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഐറ്റമാണ് കാണിച്ചു തരുന്നത്. ഇത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്. ഇതിൻ്റെ പേര് ലസാന്യ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പല തരത്തിലുള്ള ലസാന്യ ഉണ്ട്. നമുക്ക് അത് മിൻസ്ഡ് മീറ്റ് കൊണ്ടുണ്ടാക്കാം, വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കാം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മിൻസ്ഡ് മീറ്റ് കൊണ്ടാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 400 ഗ്രാം മിൻസ്ഡ് മീറ്റ്, 1.5 ടീസ്പൂൺ ക്യാപ്സിക്കം പൗഡർ, 1 ടീസ്പൂൺ ബേസിൽ ലീവ്സ്, 1 പിഞ്ച് റോസ്മേരി, 1 പിഞ്ച് തൈം, 1 ടീസ്പൂൺ ഒറേഗാനോ, 1 ടീസ്പൂൺ ബീഫ് സ്റ്റോക്ക്. ഇതുകൂടാതെ നല്ല ഫൈനായിട്ടുള്ള 500 ml ടൊമാറ്റോ പ്യൂറ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 500 ml ഇച്ചിരി കഷ്ണങ്ങളൊക്കെയുള്ള ടൊമാറ്റോ പ്യൂറ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓണിയൻ നമുക്ക് വേണം, അതുപോലെ 2 ഗാർലിക്കും, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെപ്പറും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീം ഫ്രഷ്, അതൊരു ക്രീം ചീസാണ്. പിന്നെ ഗ്രേറ്റഡ് ചീസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒലീവ് ഓയിലും കുറച്ച് തേനും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ലസാന്യയ്ക്കുള്ള പാസ്തയുടെ ഷീറ്റുകളാണ്. ഇവിടെ ഞാനിപ്പം 5 എടുക്കും. അത് നമ്മൾ ഓരോന്ന് ലെയറാക്കി വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. ഞാനിവിടെ സവോള ഈ രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തു. അതുപോലെ വെളുത്തുള്ളി ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തു. ഞാനിപ്പോൾ ഇവിടെ ഈ സോസ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഓവൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അത് പ്രീ ഹീറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് വേണം നമുക്ക് ഇതിൻ്റെ സോസൊക്കെ ഒന്ന് റെഡി ആയിട്ട് എടുക്കാനായിട്ട്. അതിന് അല്പം വലിപ്പമുള്ളൊരു പാൻ നമ്മളൊന്ന് ചൂടാക്കി എടുത്ത ശേഷം അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ഇല്ലാത്തവർ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതിയാവും. എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിനകത്തോട്ട് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കതിനകത്തോട്ട് ഇനി മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇനി ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ബെൽ പെപ്പർ, അതുപോലെ ഉപ്പ്, കുരുമുളക്, സ്റ്റോക്ക് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം വേണം നമുക്കിനി അതിനകത്തോട്ട് ടൊമാറ്റോ പ്യൂറയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ടൊമാറ്റോ പ്യൂറ കൂടി ആഡ് ചെയ്ത ശേഷം അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിനകത്തോട്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബേസിൽ ലീവ്സും അതുപോലെ തന്നെ ഒറേഗാനോയും ഒക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ പോരാഴികയുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇനി ആഡ് ചെയ്യുന്നത് കുറച്ച് തേനാണ്. 1 ടീസ്പൂണോളം തേനും കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യുവാണ്. തേനില്ലാത്തവർ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പം നമുക്ക് ലസാന്യയ്ക്കുള്ള സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ബേക്കിംഗ് ഡിഷ് എടുത്തിട്ട് നമ്മൾ ഈ സോസും അതുപോലെ തന്നെ ലസാന്യയ്ക്കുള്ള ഷീറ്റും പാസ്തയുടെ ആ ഷീറ്റും കൂടെ ലെയർ ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യമേ ഞാൻ ആ സോസ് ഏറ്റവും താഴെ ഒന്ന് ഒരു ലെയർ ഇട്ട് കൊടുക്കുവാണ്. അത് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് ആ പാസ്തയുടെ ഷീറ്റ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും സോസിൻ്റെ ഒരു ലെയർ, അതുപോലെ പാസ്ത, അങ്ങനെ മാറി മാറി നമ്മളിത് ലെയറാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുത്ത ശേഷം ആ പാനിനകത്തുള്ള മിച്ചം വരുന്ന സോസിനകത്തോട്ട് ഞാൻ ക്രീം ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് നല്ലതുപോലെ അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അതും കൂടെ ഞാനൊരു ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ലസാന്യയുടെ മുകളിലോട്ട് നമ്മൾ നിരത്തി കൊടുക്കും.
ഏറ്റവും ഒടുവിലത്തെ ലെയറായിട്ട് നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ആ ഗ്രേറ്റഡ് ചീസും കൂടെ നല്ലതുപോലെ വിതറി കൊടുക്കുകയാണ്. ഇതിനോടകം നമ്മുടെ ഓവൻ നല്ലതുപോലെ പ്രീ ഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി ആ ലസാഞ്ഞ റെഡി ആയോന്ന് ഞാൻ നോക്കാൻ പോവാണ്. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന് ഞാൻ ഇനി വെളിയിലോട്ട് എടുക്കാൻ പോവാണ്. അപ്പം ലസാഞ്ഞ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.